ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ രാജസദസ്സിൽ, അതും പണ്ഡിതന്മാരുടെ സദസ്സിൽ, ഒരു സാധാരണക്കാരനായ ആൾക്ക് പാട്ട് പാടാൻ അവസരം കിട്ടി. അയാൾക്ക് അറിയാവുന്ന വിധത്തിൽ വളരെ ഭംഗിയായി പാട്ടുകൾ പാടി. അവസാനം അതിലൊരാൾ രാജാവിനോട് പറഞ്ഞു, രാജാവ്, ഈ പാട്ട് കൊള്ളില്ല, കാരണം വളരെ മോശമാണ് അയാൾ പാടുന്നത്, കേൾക്കാൻ സുഖമില്ല എന്ന്. എന്നാൽ ഈ പാടിയ ആൾ രാജാവിൻ്റെ ഭക്തനും രാജാവിൻ്റെ ആളുമായതിനാൽ പണ്ഡിതന്മാരെല്ലാം അതിനെ എതിർത്തു. കാരണം അദ്ദേഹം പറഞ്ഞു, മേലിൽ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയരുത്, ഇവനെ തൂക്കിക്കൊല്ലണം, കാരണം ഇവൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. രാജാവ് പുഞ്ചിരിച്ചു. രാജാവ് പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ ഞാൻ ഒരാളെ കൊണ്ടുവരാം, നിങ്ങളൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടാമത്തെ ആഴ്ചയിൽ ഒരാൾ വന്നു. അയാൾ പാടി തുടങ്ങി. ഇപ്പോൾ രാജാവ് പറഞ്ഞിടത്തോളം ഇദ്ദേഹം ഇവരെല്ലാം ഇരുന്ന് പറഞ്ഞു, ബലേഭേഷ് ബലേഭേഷ് എന്ന് പറഞ്ഞു. അപ്പോഴും ഇയാൾ പറഞ്ഞു, ഇത് കൊള്ളില്ല കേട്ടോ എന്ന് പറഞ്ഞു. രാജാവ് വീണ്ടും അടുത്ത ആഴ്ചയിൽ ഒരാളെയും കൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ആരും തന്നെ കല ആസ്വദിക്കാൻ പാടില്ല, അയാളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞു. അവിടെയുള്ള പണ്ഡിതന്മാരെല്ലാം അത് കേട്ടു. ആ പാട്ടിൻ്റെ അവസാനം ഇദ്ദേഹം കൈയടിക്കുകയും അയാളെ മതിമറന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജാവ് പറഞ്ഞു, ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ച അല്ലെ എതിർത്ത് പറഞ്ഞ ഇയാളായിരുന്നു യഥാർത്ഥ കലാകാരൻ. കാരണം അയാൾ രാജശാസനങ്ങളെ പേടിച്ചിരുന്നില്ല. രാജശാസനങ്ങൾക്ക് അത്രമാത്രം കാര്യങ്ങൾ അതിനും ഉപരിയായിട്ട് കലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മോശത്തെ മോശമെന്നും നല്ലതിനെ നല്ലതെന്നും പറഞ്ഞത്. രാജശാസനങ്ങളെ പേടിച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതുമൊക്കെ. കലയ്ക്ക് അതിനൊക്കെ അപ്പുറത്തെ വിലയല്ലേ ഉള്ളത്. അതല്ലേ അതിൻ്റെ ശരി.